അനോണിമസ് എന്ന അത്ഭുത കൂട്ടായ്മയിലെ ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് അനീഷ്. ഹായ് ബിൻസേട്ടാ, ഹായ് 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 എവരിബഡി. ഞാന് ഇപ്പം തൊടുപുഴയിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഓടി പിടിച്ച് ഇവിടെ വന്നെത്തി, വീട്ടിലെത്തിയെന്ന്. കാരണം ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം അത്ര ആഴത്തിൽ അറിയാവുന്നത് കൊണ്ടാണ് തൊടുപുഴത്തെ മീറ്റിംഗിലും ഇന്ന് രാവിലെ വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു വീണ്ടും ഇന്നിപ്പോ ഇവിടെ ഓൺലൈൻ മീറ്റിംഗിൽ ഇവിടെ രാമേട്ടൻ പറഞ്ഞത് കൊണ്ട് ഇന്ന് വന്നെത്താനായിട്ട് സാധിച്ചത്. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ വലിയ സന്തോഷം, പ്രത്യാശ എല്ലാം നേരുന്നു. കാരണം ഇത് വലിയൊരു പ്രത്യാശയാണ് നമ്മളെ സംബന്ധിച്ച്. ഞാനിന്നിപ്പം അല്പം മുമ്പ് തൊടുപുഴയിൽ പറഞ്ഞതുപോലെ ബിൽ വിൽസൺ എന്ന് പറയുന്ന ഒരു, നിങ്ങൾക്ക് എന്നെ കേൾക്കാമല്ലോ അല്ലേ? ഹലോ, എന്നെ കേൾക്കാമോ? ഒരു പ്രശ്നം, എന്റെ ഈ ഫോണിൽ കോള് വരുന്നത് കൊണ്ട് ഞാൻ എടുക്കുന്നില്ല. പക്ഷെ അതിന്റെ ഒരു ഡിസ്റ്റർബൻസ് ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും. അത് സദയം ക്ഷമിക്കുക. മറ്റു വഴികളില്ല, കോള് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ ഡിസ്റ്റർബൻസ് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ എന്നോട് പങ്കുവെക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എയുടെ ചരിത്രമാണ്. എയുടെ ചരിത്രം ആരംഭിക്കുന്നത് വളരെ സിമ്പിളാണ്. രണ്ട് വ്യക്തികൾ കൂട്ടിമുട്ടുന്നു, അവർക്ക് പരസ്പരം മനസ്സിലാകുന്നു. ഡോക്ടർ ബോബ് പറയുന്നുണ്ട്, എന്റെ ഭാഷ സംസാരിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കണ്ടു. ബിൽ വിൽസൺ പറഞ്ഞ ഭാഷ ഡോക്ടർ ബോബിന് മനസ്സിലായി. ബിൽ വിൽസന്റെ ഭാഷ ഡോക്ടറിന് മനസ്സിലായില്ലായിരുന്നു ഇന്നിപ്പം നമ്മളിവിടെ ഓൺലൈനിൽ കൂടത്തില്ല. കാരണം ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഈ സൗഖ്യപ്പെടുത്തുന്ന, പ്രത്യാശ പകർന്നു നൽകുന്ന, ജീവിതത്തിലെ നിരാശകളെ അതിജീവിക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന ഈ കൂട്ടായ്മ ഒരിക്കലും ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പം ഭാഷയെക്കുറിച്ചാണ് എനിക്ക് മനസ്സിലാകുന്ന ഭാഷ. ഇപ്പൊ നമുക്കെല്ലാവർക്കും മലയാളം മനസ്സിലാകുന്നതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഈ പറച്ചിൽ കൊണ്ടൊരു ഗുണമില്ല. അപ്പൊ നമ്മളാരും മലയാളം സംസാരിക്കാത്തവരായിരുന്നെങ്കിൽ ഞാൻ മലയാളത്തിൽ ഇവിടെ ഇരുന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കും മനസ്സിലാകത്തില്ല. ഇത് തന്നെയാണ് 90 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത്. എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? ഹലോ. ഞാൻ ഒത്തിരി ഓൺലൈനില് ഈ ഒരു ഇങ്ങനത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കാത്ത ഒരാളായതുകൊണ്ട് ഞാൻ കോവിഡ് എനിക്ക് ഒരു 3-4 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ ഓൺലൈനിൽ കയറുന്നത്. എനിക്ക് വലിയൊരു എത്തമ്പിടിയൊന്നും ഇല്ല. നിങ്ങൾക്കെല്ലാം ഏതെങ്കിലും സമയത്ത് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പം ഭാഷയെ കുറിച്ചാണ് ഞാൻ ഇന്നൊരൽപ്പം സമയം പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞങ്ങളിപ്പോ തൊടുപുഴയിൽ ഒന്നിച്ചുകൂടി കുറച്ചധികം ആളുകളുണ്ടായിരുന്നു. അവിടെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ, മുനിസിപ്പൽ സ്കൂളിൽ ഒന്നിച്ചുകൂടി. അവിടെ മീറ്റിംഗ് തീർന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അവിടെയും പഴമക്കാരായ ആളുകൾ സംസാരിച്ചു. അപ്പൊ അവര് പറയുന്നതെല്ലാം ബാക്കി ആളുകൾക്ക് മനസ്സിലാകുന്നത് ഭാഷ ഒന്നായതുകൊണ്ടാണ്. നമ്മുടെ ഡോക്ടർ ബോബ് ആൻഡ് ഗുഡ് ഓൾഡ് ടൈമേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഡോക്ടർ ബോബ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇങ്ങനെയാണ് പറയുന്നത്. ഡോക്ടർ ബോബ് പറഞ്ഞതാണ്. അത് ഞാനൊന്ന് വായിക്കാം. If William James, Carl Jung and Dr. Silkworth, along with the Frank Buchman and all the members of the Oxford group, had been doing the talking, it would have been just another lecture. ഡോക്ടർ ബോബ് പറഞ്ഞൊരു കാര്യമാണ്. നമുക്കറിയാം, വില്യം ജെയിംസിന്റെ പുസ്തകമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റീസ് ഓഫ് സ്പിരിച്വൽ എക്സ്പീരിയൻസസ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ശരിക്കും പറഞ്ഞാൽ ബിൽ വിൽസനെ, അദ്ദേഹം ഹോസ്പിറ്റൽ മുറിയിൽ കിടക്കുന്ന സമയത്ത് 1934 ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തിന്റെ 3ാമത്തെ ചികിത്സയ്ക്കായിട്ട് ഡോക്ടർ സിൽക്വർത്തിന്റെ ടൗൺസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വായിക്കാനൊക്കെ ലഭിച്ചൊരു പുസ്തകമാണ്. എനിക്ക് തോന്നുന്നത് പിന്നീട് ആ പുസ്തകം അദ്ദേഹത്തിന്റെ സുഹൃത്തായ എബി താച്ചറും
എനിക്ക് തോന്നുന്നു ഡോക്ടർ സിൽക്വർത്തും ഒക്കെ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടാകും. ഇപ്പൊ എന്താണേലും ആ പുസ്തകങ്ങളെല്ലാം വളരെ ഡീപ്പായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകമായിരുന്നു. അത് എഴുതിയ ആളാണ് വില്യം ജെയിംസ്. കാൾ യുങ് നമുക്കറിയാം. കാൾ യുങ്ങിനെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫൗണ്ടർ ആയിട്ട് കാണണമെന്നൊക്കെ ബിൽ വിൽസൺ ഏതോ പുസ്തകത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞതായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചിന്തകൾ. കാരണം കാൾ യുങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എബി താച്ചർ എന്ന് പറയുന്ന ബിൽ വിൽസന്റെ സുഹൃത്ത്, ബാല്യകാല സുഹൃത്താണ്. ഒത്തിരി വർഷക്കാലം ഒന്നിച്ചു കുടിച്ചതാണ്. ഈ കാൾ യുങ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇടപെടലാണ് ശരിക്കും പറഞ്ഞാല് എബി താച്ചറിന് ജീവിച്ചിരിക്കാനായിട്ടുള്ള അവസരം ലഭിച്ചത്. എബി താച്ചറിന് ഡയറക്റ്റ് ആയിട്ട് കിട്ടിയതല്ല. എബി താച്ചറിലേക്ക് ഈ ഒരു സന്ദേശം എത്തിച്ച റോളൻഡ് ഹാസഡ് എന്ന് പറയുന്ന ആള്, ആ ആളെ ചികിത്സിച്ച ഡോക്ടറാണ് കാൾ യുങ്. അപ്പം ചരിത്രത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം. കാരണം വ്യക്തികൾക്കെല്ലാം, നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിൽ പറയുന്നുണ്ട്, വ്യക്തികൾക്കല്ല തത്വങ്ങൾക്കാണ് പ്രാധാന്യം. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ചില വ്യക്തികള് ഈ ഒരു യാത്രയിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആരും ഇന്ന് ഈ പ്രോഗ്രാമിൽ കാണത്തില്ല. പ്രിയപ്പെട്ട രാജീവ് നമ്പൂതിരി നമ്മളോട് പറഞ്ഞപ്പോൾ കുറച്ച് ആളുകളുടെ, ഈ കേരളത്തില് അദ്ദേഹത്തിന് അറിയാവുന്ന കുറച്ച് ആളുകളുടെ പേര് വന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞത് പ്രിയപ്പെട്ട NM സെബാസ്റ്റ്യൻ സാറിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും അനേകർക്ക് എയുടെ സന്ദേശം എത്തിക്കാനായിട്ട് തന്റെ ജീവിതം മുഴുവനായിട്ട് മാറ്റിവെച്ചൊരു മനുഷ്യനാണ്. ഏറെക്കുറെ 41 വർഷമായിട്ട്. കാരണം അദ്ദേഹം നോൺ ആൽക്കഹോളിക് ആണ്. പക്ഷെ ആൽക്കഹോളിസത്തെ അദ്ദേഹം അടുത്തറിഞ്ഞ് അനുഭവിച്ചതിന്റെ ദുരന്തങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്റെ വലിയ നല്ല ജോലി, ഇന്ന് ഏതെങ്കിലും വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് റിട്ടയർ ആകാമായിരുന്ന ആ മനുഷ്യനൊന്ന് ജോലി വേണ്ട എന്ന് വെച്ച് മധ്യാസക്തരെ സൗഖ്യത്തിലേക്ക് നയിക്കാനായിട്ടുള്ള വലിയൊരു യാത്രയാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞു. ഡോക്ടർ ജോൺ ചുമപ്പുരയുടെ കാര്യം, അതുപോലെ മറ്റ് ആളുകൾ, നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ വലിയൊരു ഇടപെടൽ 90 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളുണ്ട് ഡോക്ടർ കാൾ യുങ്. കാരണം കാൾ യുങ് ആണ് റോളൻഡ് ഹാസാഡിനെ ചികിത്സിക്കാനായിട്ട് തയ്യാറായത്. അന്നത്തെ കാലത്ത് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൈക്കോ അനലിസ്റ്റ് അല്ലെങ്കിൽ ഇന്നത്തെ സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്ന ആളുകളൊക്കെ സൈക്കാട്രിയുടെയും സൈക്കോളജിയുടെയും ഒക്കെ ഉത്ഭവ കാലഘട്ടമാണ്. അവരെല്ലാവരും യൂറോപ്പിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം തന്റെ മകന്റെ മദ്യപാനാസക്തിയെ കൈകാര്യം ചെയ്യാനായിട്ട് വളരെ ധനികനായിരുന്ന റോളൻഡ് ഹാസാഡിന്റെ പിതാവ് അദ്ദേഹത്തെ സ്വിറ്റ്സർലൻഡിലേക്ക് ചികിത്സയ്ക്കായിട്ട് അയക്കുകയാണ്. അവിടെ ചെന്ന സമയത്താണ് വളരെ പ്രസിദ്ധനായിരുന്ന ഫ്രോയിഡും ഡോക്ടർ ആഡ്ലറും ഡോക്ടർ കാൾ യുങ്ങും ഒക്കെ അവിടെയാണ് ഉണ്ടായത്. എന്താണെങ്കിലും മറ്റ് 2 ഡോക്ടേഴ്സിനും മദ്യപാനാസക്തിയോട് അതിനെ കൈകാര്യം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ഒരു തിരക്കിലായിരുന്നു. അങ്ങനെ കാൾ യുങ് ആണ് റോളൻഡ് ഹാസാഡിനെ ആദ്യമായിട്ട് ചികിത്സിക്കുന്നത്. എന്താണേലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് റോളൻഡ് ഹാസാഡ്. റോളൻഡ് ഹാസാഡ് ഏറെക്കുറെ ഒരു വർഷക്കാലത്തോളം ഡോക്ടറുടെ അടുത്ത് നിന്ന് അവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞ് തിരിച്ചു പോരുന്ന വഴി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന രീതിയിലുള്ള റിലാപ്സ്. കാരണം റിക്കവറിയുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ പേഴ്സണലായിട്ട് റിലാപ്സിനെ കാണുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങൾ പല ആളുകളും ഈ റിലാപ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ റോളൻഡിനും തിരിച്ച് കപ്പലിലാണ് വരുന്നത്. ഫ്രാൻസിൽ പാരീസിൽ വെച്ച് റിലാപ്സ് ആയി അദ്ദേഹം തിരിച്ച് വീണ്ടും ഡോക്ടറുടെ അടുത്ത് ചെന്നു. ഡോക്ടർ പറഞ്ഞു, മോനെ നീ ഇനി തിരിച്ച് അമേരിക്കയ്ക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇനി നിന്നെ ചികിത്സിക്കാനായിട്ടുള്ള മരുന്നുകളൊന്നും എൻ്റെ കയ്യിലില്ല. നീ അമേരിക്കയിൽ ചെന്ന് നിന്റെ ദൈവത്തെ കണ്ടെത്തുക. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, നീ ചെന്ന് നിന്റെ ദൈവത്തെ കണ്ടെത്തുക. റോളൻഡ് തിരിച്ച് അമേരിക്കയിലെത്തി. ആ കാലഘട്ടങ്ങളിലാണ് നമ്മളൊക്കെ എല്ലാവരും ഒക്കെ പറയുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് വളരെ ശക്തമായിട്ട് അമേരിക്കയുടെ എല്ലാ സ്റ്റേറ്റുകളിലും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി. അങ്ങനെ റോളൻഡ് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഭാഗമായി കുടിയിൽ നിന്ന് മാറി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സൗഖ്യപ്പെടൽ പദ്ധതിയുടെ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ, പ്രത്യാശയുടെ ഈ വലിയ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാള് കടന്നു വരുന്നത്. അത് വേറെ ആരുമല്ല, എബി താച്ചർ എന്ന് പറയുന്ന വ്യക്തിയാണ്. എബി താച്ചറിന്റെ ഭീകരമായ മദ്യപാന ആസക്തിയുടെ
അവസ്ഥയിൽ അദ്ദേഹത്തെ എന്നേക്കുമായിട്ട് ഒരു മെന്റൽ അസൈലത്തിലേക്ക്, ഒരു മനോരോഗികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വിടാനായിട്ട് അവിടെ കോടതി തീരുമാനിക്കുകയും ആ ഒരു സാഹചര്യത്തിലാണ് റോളണ്ട് ഈ യുവാവിനെ തന്റെ ഒരു വ്യക്തിപരമായ ഉറപ്പിനാല് മോചിതനാക്കുകയും അല്ലെങ്കിൽ തന്റെ കൂടെ കൊണ്ടു നടക്കാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്തി. അതും അത്ഭുതകരമായിട്ട് വിജയിച്ചു. എബി താച്ചർ കുടിയിൽ നിന്ന് മാറി നിന്ന് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ വലിയ സഹായത്താൽ ആ കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ ബാല്യകാല സുഹൃത്തല്ലേ, തന്റെ യുവത്വത്തിൽ തന്റെ കൂടെ കുടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബിൽ വിൽസനെ കുറിച്ച് വീണ്ടും അറിയാനായിട്ട് ഇടവരും. ദീർഘനാളുകളായിട്ട് അവർ തമ്മിൽ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്താണേലും ബിൽ വിൽസനെ കുറിച്ച് എബി താച്ചർ അന്വേഷിച്ചറിഞ്ഞു. ന്യൂയോർക്കിലെ ഏതോ ഒരു ഗലിയിൽ അദ്ദേഹം വളരെ അവശനായ സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടെല്ലാം പരിപൂർണമായിട്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എബി താച്ചർ കടന്നു ചെല്ലുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു അടിത്തറ ഇടുന്ന ഒരു ഘട്ടമാണത്. അല്ലെങ്കിൽ ഒരു ഏറ്റവും എന്താ പറയുന്നത്, ഈ വ്യക്തികളെല്ലാം ശരിക്കും പറഞ്ഞാൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അടിത്തറയിട്ട കല്ലുകളായിരുന്നു. അങ്ങനെ എബി താച്ചർ വഴിയായിട്ട് ബിൽ വിൽസൺ ഈ ഓക്സ്ഫോർഡ് പ്രോഗ്രാമിലേക്കൊക്കെ വരുന്നു. ബിൽ വിൽസൺ ഒരിക്കലും നമുക്കറിയാം, പുസ്തകങ്ങൾ വായിച്ച് മുന്നോട്ട് പോകാൻ നമുക്കറിയാം, ബിൽ വിൽസണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ അവർ പങ്കുവച്ചിട്ടുണ്ടെന്ന കാര്യങ്ങളൊന്നും ബിൽ വിൽസന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കും. അദ്ദേഹം പലപ്പോഴും കുടിച്ചിട്ടാണ് മീറ്റിങ്ങിന് പോകുന്നത്. എബി താച്ചറിനോട് പോകും. തിരിച്ചു വരുമ്പോഴും അദ്ദേഹം പലപ്പോഴും കുടിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ തന്റെ തന്റെ ബോധം തന്റെ തലയിൽ ഉദിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, എബി താച്ചറിനുള്ള സന്തോഷവും സമാധാനവും എനിക്കും വേണം. എബി താച്ചർ പറയുന്ന രീതിയിലുള്ള ഈ ഒരു ദൈവികമായ ഇടപെടൽ എൻ്റെ ജീവിതത്തിലും ഉണ്ടാകണം. പക്ഷെ എനിക്ക് അതിന് സാധിക്കുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ദൈവവിശ്വാസിയല്ല. എനിക്ക് എബിക്കുള്ള എല്ലാം എനിക്ക് വേണമെന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് അതിന് സാധിക്കും. കാരണം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പങ്കുവച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ബിൽ വിൽസന് സാധിക്കുന്നില്ല. ഇത് നമ്മുടെ ടോക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടോക്കിന് അല്ലെങ്കിൽ ഈ ഒരു പങ്കുവെക്കലിന്, ചരിത്രം പങ്കുവെക്കുന്ന ഈ ഒരു മുക്കാൽ മണിക്കൂർ, 1 മണിക്കൂർ സമയത്തിന്റെ ഒരു ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ ഭാഷയാണ്. എന്ത് ഭാഷയാണ്? ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് എന്നാണ് നമ്മൾ പ്രോഗ്രാമിൽ പറയുന്നത്. ഹൃദയത്തിന്റെ ഭാഷ. നമുക്ക് ഹൃദയത്തിന്റെ ഭാഷ മനസ്സിലാകും. അപ്പൊ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ബിൽ വിൽസന് ഭാഷ മനസ്സിലായില്ല. അവരുടെ ഭാഷ മനസ്സിലാക്കിയ ആയിരുന്നു എബി താച്ചർ. റോളൻ ഹാസാർഡിന് അവരുടെ ഭാഷ മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലോകത്തിലെ ഏറ്റവും പ്രമുഖനായ ഡോക്ടർ ചികിത്സിച്ചിട്ട് മാറാത്ത മദ്യപാന ആസക്തി മാറാനായിട്ട് ഇടവന്നു. അപ്പം റോളണ്ട് തന്റെ ഭാഷയിൽ എബി താച്ചറോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എബി താച്ചറിന് അത് മനസ്സിലായി. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ കാര്യങ്ങൾ അവർക്ക് കിട്ടും. പക്ഷെ ബിൽ വിൽസന് മനസ്സിലായി. അങ്ങനെ നമുക്കറിയാം, ബിൽ വിൽസൺ ഭാഷ മനസ്സിലാകാതെ ഇങ്ങനെ ഉഴറി നടന്ന ഒരു വ്യക്തിയാണ്. ആ സാഹചര്യത്തിലാണ് അത്ഭുതകരമായ, നമുക്കറിയാവുന്ന 1934 ഡിസംബർ മാസത്തിലെ അല്ലെങ്കിൽ 1934 മൂന്നാമത്തെ ചികിത്സയ്ക്കായിട്ട് ബിൽ വിൽസൺ ന്യൂയോർക്കിലെ ടൗൺസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. കഥകളൊക്കെ നിങ്ങൾ പല ആളുകൾക്ക് അറിയാം, പക്ഷെ പുതിയ ആളുകൾ കുറച്ചു പേരൊക്കെ ഉള്ളത് കൊണ്ട് അത് അല്പം പങ്കുവയ്ക്കാം. ഈ മൂന്നാമത്തെ ചികിത്സയ്ക്കായിട്ട് വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാല് അത് വളരെ അതിഭീകരമാണ്. നമ്മളിൽ പല ആളുകളൊക്കെ കടന്നു പോയിട്ടുള്ളതാണ്. ഞാൻ ഏറെക്കുറെ എല്ലാ ദിവസവും ഈ ഡി അഡിക്ഷൻ സെന്ററിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളായതുകൊണ്ട് ഞാൻ കാണുന്നതാണ്. എന്നിട്ട് വൈകിട്ട് ഇവിടെ അഡ്മിറ്റ് ആകാനായിട്ട് വന്ന ഒരു യുവാവ്, ഭാര്യയുണ്ട്, 30-35 വയസ്സിലെ കാണുള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ ഒരാളെ പോലീസ് വിലങ്ങ് വെച്ച് കൊണ്ടുവരുന്നത്. ഒത്തിരി ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നൂറുകണക്കിന് ആളുകളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി 1, 2, 3 പോലീസ് വണ്ടികളൊക്കെ വന്ന സാഹചര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരാളെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കാൻ. പക്ഷെ ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ്
വിലങ്ങണിയിച്ച് ഒരാളെ ഭാര്യയുടെ മുമ്പിൽ വിലങ്ങണിയിച്ച് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു കഥ പറഞ്ഞതെന്ന് പറഞ്ഞാല്, ഇനി ആ വ്യക്തിയുടെ പേരെനിക്കറിയത്തില്ല, പോയിട്ട് വന്ന് അഡ്മിറ്റ് ആയതാണ്. അവരുടെ ഭാര്യയും ഞാൻ കണ്ടായിരുന്നു, കിടന്നുറങ്ങുകയാണ്. ഇനി ആ വ്യക്തിക്കും പ്രത്യാശ ഭവനിൽ നിന്നും ഭാഷ മനസ്സിലാകണം. അവിടെ ജീവിക്കുന്ന ആളുകളെ, അവിടെ വന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് വരുന്ന ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളുടെ ഭാഷ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, ഒരേ ഭാഷ, നമ്മളെല്ലാം മലയാളം സംസാരിക്കുന്നവരാണ്, ഭാഷ സംസാരിക്കുന്ന ആ ഭാഷ മനസ്സിലാക്കാൻ സാധിച്ചാൽ അദ്ദേഹത്തിനും സൗഖ്യവും വിടുതലും ലഭിക്കും. ഇത് തന്നെയാണ് ബിൽ വിൽസനും സാധിച്ചത്. ബിൽ വിൽസന് പിന്നീടുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഡോക്ടർ ബോബ് പറയുന്നുണ്ട്, എന്റെ ഭാഷ സംസാരിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഇതുപോലെ തന്നെ ആയിരിക്കണം ബിൽ വിൽസന് ഡോക്ടർ ബോബിനെ കുറിച്ചും പറയാനും. കാരണം ബിൽ വിൽസൺ വെറും 6 മാസത്തെ ബോധാവസ്ഥ എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ലായിരിക്കും. ബോധാവസ്ഥ കുടിച്ചിട്ടില്ല. 6 മാസത്തിലാണ് അദ്ദേഹം ഡോക്ടർ ബോബിനെ കണ്ടെത്തുന്നത്. ഡോക്ടർ ബോബ് ബിൽ വിൽസന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളല്ല, നമുക്കറിയാം. അദ്ദേഹം വളരെ മിടുക്കനായ ഒരു ഡോക്ടറായിരുന്നു, സർജനാണ്, MD ഉള്ള ഡോക്ടറാണ്. അദ്ദേഹം വളരെ ആഴത്തിലുള്ള ഒരു സ്പിരിച്വാലിറ്റി ഒക്കെ ഉള്ളതാണ്. ബിൽ വിൽസന് അങ്ങനെയുള്ള ഒരു സ്പിരിച്വാലിറ്റി ഇല്ല. അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ തന്നെ ദൈവവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മതപരമായ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച ഒരാളായിരുന്നു. ഡോക്ടർ ബോബ് വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം വളരെ ആഴത്തിലുള്ള ആത്മീയതയും ഒക്കെയുള്ള വളരെ നല്ലൊരു മനുഷ്യൻ. ബിൽ വിൽസന് വെറും 6 മാസത്തെ ബന്ധമാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ ബോബിന് 2.5 വർഷത്തെ ബന്ധങ്ങളുണ്ട്. അത്ഭുതകരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാല്, ബിൽ വിൽസനെയും ഡോക്ടർ ബോബിനെയും തമ്മിൽ കൂട്ടിമുട്ടിക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് തെരഞ്ഞെടുത്ത ഹെൻറിറ്റ സേബർലിംഗ് എന്ന് പറയുന്ന ആ സ്നേഹത്തിൽ എന്താ പറയുന്നത്, ആ സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു സ്ത്രീ എന്ന് നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം ഡോക്ടർ ബോബിന്റെ ഭീകരമായ മദ്യപാനാസക്തിയിൽ നിന്ന് അദ്ദേഹത്തെ മോചിതനാക്കാനായിട്ട് ഒത്തിരിയേറെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരാളായിരുന്നു ഹെൻറിറ്റ സേബർലിംഗ്. ഡോക്ടർ ബോബിന്റെ ഭാര്യ ആനിന്റെ അടുത്ത സുഹൃത്താണ്, ഡോക്ടർ ബോബിന്റെ സുഹൃത്താണ്. പക്ഷെ ഒന്നും ചെയ്യാനായിട്ട് ഹെൻറിറ്റയ്ക്ക് സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഹെൻറിറ്റ തന്നെ തീരുമാനമെടുത്ത് ഡോക്ടർ ബോബിനെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായി കണക്ട്. ഇന്ന് അമേരിക്കയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഉണ്ട് ആ കാലത്ത്. പക്ഷെ അതൊന്നും ഡോക്ടർ ബോബിന് ഫലം ചെയ്തില്ല. ഫലം ലഭിക്കാത്തതിന്റെ കാരണം ഞാൻ ബിൽ വിൽസന്റെ കാര്യത്തിൽ പറഞ്ഞത് തന്നെയായിരുന്നു, ഭാഷ മനസ്സിലാകുന്നില്ല. ഡോക്ടർ ബോബിനും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാകും. നമ്മളിങ്ങനെ ഇംഗ്ലീഷിലുള്ള ഒരു ഭാഗം വായിച്ചാണ് അങ്ങോട്ട് പോയത്. കാളിയുങ് പറഞ്ഞ കാര്യങ്ങള് എന്താ പറയുന്നത്, റോളൻഡിന് മനസ്സിലായി. അതുകൊണ്ടാണ് റോളൻഡ് തിരിച്ചു വന്ന വഴി പാരീസിൽ വന്ന വഴി വീണ്ടും തിരിച്ചു. മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്കറിയാം ഡോക്ടർ സിൽക്ക്വർത്തിന്റെ പേരാണ് മൂന്നാമത് പറയുന്നത്. ഡോക്ടർ സിൽക്ക്വർത്ത് പറഞ്ഞ കാര്യങ്ങള് ബിൽ വിൽസന്റെ തലയിൽ ഒന്നും കയറിയിട്ടില്ല. കാരണം ഡോക്ടർ സിൽക്ക്വർത്ത് ന്യൂയോർക്കിലെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടറായിരുന്നു, മദ്യപാനികളെ ചികിത്സ. ടൗൺസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പ്രസിദ്ധമായിരുന്നു. ഡോക്ടർ അന്ന് 60 വയസ്സുണ്ട് ഡോക്ടർക്ക്. അപ്പൊ എത്രയോ വർഷത്തെ ഒരു ജീവിത അനുഭവമുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ സിൽക്ക്വർത്ത്. ഓരോ പ്രാവശ്യവും ചികിത്സ കഴിഞ്ഞു പോകുമ്പോൾ ഡോക്ടർ സിൽക്ക്വർത്തിന് പ്രതീക്ഷയായിരുന്നായിരിക്കാം പ്രാവശ്യമെങ്കിലും ബിൽ വിൽസൺ കുടിയിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ ഓരോ പ്രാവശ്യവും വീണ്ടും കുടിച്ച് ഡോക്ടറുടെ അടുത്തേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് മാത്രമേ ഉള്ളൂ, ഡോക്ടർ സിൽക്ക്വർത്ത് പറഞ്ഞ ആ ഭാഷ അല്ലെങ്കിൽ രോഗാവസ്ഥയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും ബിൽ വിൽസന് മനസ്സിലാവുന്നില്ല. അതിനുശേഷം പിന്നീട് പറയുന്നുണ്ട് ഫ്രാങ്ക് ബുച്ച്മാൻ. ഈ ഓക്സ്ഫോർഡ് പ്രയർ ഗ്രൂപ്പിന് അമേരിക്കയിൽ തുടക്കമിട്ട ഒരാളാണ് ഫ്രാങ്ക് ബുച്ച്മാൻ എന്ന് പറയുന്നത്. അപ്പൊ ഡോക്ടർ ബോബ് തന്നെ പറഞ്ഞ കാര്യമാണ്, വില്യം ജെയിംസും കാൾ യുങ്ങും ഡോക്ടർ സിൽക്ക്വർത്തും ഫ്രാങ്ക് ബുച്ച്മാനും കൂടി അതല്ലെങ്കിൽ ആ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ മുഴുവൻ ആളുകളും കൂടി എന്നോട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എനിക്കെങ്ങും മനസ്സിലാകത്തില്ലായിരുന്നു എന്നാണ് ഡോക്ടർ ബോബ് പറയുന്നത്. കാരണം അവരുടെ ഭാഷ എനിക്ക് മനസ്സിലാകും. അവിടെയാണ് അത്ഭുതകരമായ ഒരു ഭാഷ മനസ്സിലാക്കൽ നടക്കുന്നത്.
അന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ബിൽ വിൽസൺ പറഞ്ഞ കാര്യങ്ങൾ ഡോക്ടർ ബോബിന് മനസ്സിലാക്കാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ, ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, നമ്മളാരും ഇന്നിപ്പോ ഇവിടെ ഓൺലൈൻ മീറ്റിങ്ങിന് കാണത്തില്ല, കാരണം ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ടാകും. പക്ഷേ ഒരു യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ വീണ്ടും നമ്മള് ഈ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണാം, ബിൽ വിൽസന് ഈ ഭാഷ മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് ഇല്ലാത്തത് കാരണം കാരുണ്യവാനായ ദൈവം, ആൽക്കഹോളിക്സ് അനോണിമസിൽ ദൈവത്തെ കുറിച്ച് അങ്ങനെയാ പറയുന്നത്, സ്നേഹനദിയായ ദൈവം, കാരുണ്യവാനായ ദൈവം, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന, ഒരു ബ്ലാക്ക് ബോർഡിൽ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം ഇങ്ങനെ കുത്തിക്കുറിച്ചിട്ടേക്ക് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ കുഴപ്പങ്ങൾ നമ്മളായിട്ട് എഴുതിയത്, നമ്മുടെ കുടുംബാംഗങ്ങളായിട്ട് എഴുതിയത്, നാട്ടുകാരും വീട്ടുകാരും ആയിട്ട് എഴുതിയിരിക്കുന്നതുമായ ഒരു ബ്ലാക്ക് ബോർഡുമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത്. ആ ബ്ലാക്ക് ബോർഡ് മുഴുവൻ നമ്മുടെ കുറ്റങ്ങളും കുറവുകളുമാണ് എഴുതി നമ്മൾ മറ്റുള്ളവരുമായിട്ട് എഴുതി. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലേക്ക് കടന്നു വരുമ്പോൾ രണ്ടാമത്തെ പടിയിലും മൂന്നാമത്തെ പടിയിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ആ സ്നേഹനദിയായ ദൈവം, ഞാൻ മനസ്സിലാക്കുന്ന എന്റെ ദൈവം, അത് ഈ ബ്ലാക്ക് ബോർഡ് മാച്ച് കളയുന്ന ഒരു ദൈവമാണ്. കുറച്ച് നാളുകൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ബ്ലാക്ക് ബോർഡിൽ ഒന്നുമില്ല, നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും കാണുന്നില്ല. കാരണം സ്നേഹനദിയായ ദൈവം അതെല്ലാം മാച്ച് കളയും. ഇനി ഈ ഒരു യാത്രയിൽ, ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി നമ്മളായിട്ട് ഒത്തിരി കാര്യങ്ങൾ പുതുതായിട്ട് മറ്റുള്ളവർക്ക് എഴുതാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകും നമ്മുടെ ബ്ലാക്ക് ബോർഡ്. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാം. സ്നേഹനദിയായ ഒരു ദൈവത്തെ കുറിച്ചാണ്. അപ്പം ഈ ഒരു സ്നേഹനിധിയായ ദൈവത്തിന് ബിൽ വിൽസൺ എന്ന് പറയുന്ന ഈ മദ്യാസക്ത രോഗിയെ സൗഖ്യത്തിലേക്ക് നയിക്കണമായിരുന്നു. ലോകത്തിൽ വേറെ ആരും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ലോകത്തിൽ തോരം മദ്യാസക്ത കാലഘട്ടങ്ങളിലും ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, ഇന്ത്യയിലും അറബി നാടുകളിലും ആഫ്രിക്കൻ നാടുകളിലും എല്ലാം. അമേരിക്കയിൽ തന്നെ എത്രയോ മദ്യാസക്ത ആളുകളുണ്ട്. എങ്കിലും ഈ കാരുണ്യവാനായ സ്നേഹനിധിയായ ദൈവം വലിയൊരു തെരഞ്ഞെടുപ്പ് നടത്തി, ഒരു എലക്ഷനായിരുന്നു. ആൻഡ് ബിൽ വിൽസൺ വാസ് എലക്റ്റഡ്. അദ്ദേഹത്തെ ദൈവം തെരഞ്ഞെടുത്തിട്ട് ഈ ഡിസംബർ മാസത്തില് 1934 ഡിസംബർ മാസത്തിൽ ഈ മൂന്നാമത്തെ ചികിത്സയ്ക്കായിട്ട് ഇവിടെ വന്നപ്പോൾ നമുക്കറിയാം, ഡോക്ടർ സിൽക്വർത്തിന് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. കാരണം ഈ മൂന്നാമത്തെ ട്രിപ്പ് നമ്മുടെ പ്രിയപ്പെട്ട ബിൽ വിൽസൺ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുന്നത് തന്നെ ഒരു ബിയർ കുപ്പിയും പിടിച്ചോണ്ടാണെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. കാരണം ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോയ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയോ എനിക്ക് മനസ്സിലായി, ഞാൻ കാര്യങ്ങൾ അറിയാമെന്നൊക്കെ പറഞ്ഞ് കുടിച്ച് ബോധമില്ലാതെ ഒരു ബിയർ കുപ്പിയായിട്ടാണ് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പൊ ഡോക്ടർ സിൽക്വർത്തിനും അങ്ങനെ വലിയ പ്രതീക്ഷകളൊന്നുമില്ല, ഒരു പ്രതീക്ഷയില്ല. അദ്ദേഹം അത് നമ്മുടെ പ്രിയപ്പെട്ട ലൂയിസിനോട് പറഞ്ഞു, ബിൽ വിൽസന്റെ ഭാര്യ. നമ്മൾ തീർച്ചയായിട്ടും സ്മരിക്കേണ്ട വലിയൊരു, എന്താ പറയുന്നത്, ലൂയിസിനെ കുറിച്ചൊക്കെ പറയാനായിട്ടുള്ള വാക്ക് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. സ്നേഹത്തിന്റെ പൂർണ്ണത. കാരണം ബിൽ വിൽസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മരണത്തിന്റെ കൈകരങ്ങളിലേക്ക് പോകാതെ സംരക്ഷിച്ച് സുരക്ഷിതനായിട്ട് നിലനിർത്തിയത് പ്രിയപ്പെട്ട ലൂയിസ് തന്നെയാണ്. ലൂയിസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഡോക്ടർ സിൽക്വർത്ത് ലൂയിസിനോട് പറഞ്ഞു, ലൂയിസ്, ഇനി വലിയ പ്രതീക്ഷയ്ക്കുള്ള വകയൊന്നുമില്ല. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, വലിയ താമസമില്ല, ഒന്നില്ല ഇയാൾ കുടിച്ച് മരിക്കും, അല്ലെങ്കിൽ ഇയാളെ എവിടെയെങ്കിലും ഒരു മെന്റൽ അസൈലത്തിൽ, വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്, ഒരു മനോരോഗികളെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എന്നേക്കുമായിട്ട് അടച്ചുപൂട്ടേണ്ടി വരും. ഇങ്ങനെ അടച്ചുപൂട്ടേണ്ടിയിരുന്ന ഒരാളായിരുന്നു എബി താച്ചർ. നമ്മുടെ റോളണ്ട് കണ്ടെത്തി കോടതിയിൽ നിന്ന് വിടുതൽ വാങ്ങിച്ചു കൊണ്ടുവന്ന എബി താച്ചറിന്റെ സുഹൃത്തായിരുന്നല്ലോ ബിൽ വിൽസൺ. അപ്പൊ അങ്ങനെ ബിൽ വിൽസന്റെ അവസ്ഥയും വൈദ്യശാസ്ത്രം അവസാനം പറഞ്ഞത്, ഡോക്ടർ സിൽക്വർത്തിൽ കൂടി പറഞ്ഞത്, ഇനി പ്രതീക്ഷിക്കുന്നു യാതൊരു വകയില്ല. ഒന്നില്ലെങ്കിൽ ആള് കുടിച്ചു വലിയ താമസമില്ലാതെ മരിക്കും, അല്ലെങ്കിൽ ആളെ എന്നേക്കുമായിട്ട് പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി പാർപ്പിക്കണം. ഇതെന്താണേലും ബിൽ വിൽസൺ കേട്ടു എന്നാണ് പറയുന്നത്, പകുതി മയക്കത്തില് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത്. അപ്പൊ ബിൽ വിൽസനെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ഡോക്ടർ സിൽക്വർത്തിന്റെ ആ ഒരു രോഗനിർണയം, അത് ബിൽ വിൽസൺ ഇങ്ങനെ പകുതി ബോധത്തോടെയൊക്കെ കേട്ട് കാണും.
അതായിരിക്കണം അദ്ദേഹത്തെ ഈ ഒരു ടോട്ടൽ സറണ്ടറിലേക്ക് നയിച്ചതെന്നാണ് ഞാനിപ്പോ വിശ്വസിക്കുന്നത്. നമുക്കറിയാം, പിന്നീട് ഹോസ്പിറ്റൽ മുറിയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിയാം. ആ ഒരു അനുഭവം എന്നെ കേൾക്കുന്ന ഓരോ ആളുകൾക്കും ഉണ്ടായിട്ടുള്ളവർ കാണും, ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവർ കാണും, ഇനി വരും കാലഘട്ടങ്ങളിൽ ഇനി ഉണ്ടാകും ഉറപ്പായിട്ടും. എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ആ സറണ്ടർ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു പരിപൂർണമായ ഒരു സറണ്ടറിലേക്ക് എത്തണം. അത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എനിക്ക് നല്ല ബോധ്യമുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ടോട്ടൽ സറണ്ടർ ആണ് ഇനി നമ്മളെ, എന്താ പറയുന്നത്, ഡോക്ടർ ബോബും ബിൽ വിൽസനും ലൂയിസും ആനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു AA മെമ്പർ ആക്കി മാറ്റി. ടോട്ടൽ സറണ്ടർ ആണ്, കൺഫ്യൂഷൻ ഉണ്ടാകരുത്. നമ്മുടെ ടോട്ടൽ സറണ്ടർ നമുക്ക് എന്ന് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ പ്രോസസ്സാണ്. ഇതിപ്പോ ഇന്ന് നടക്കണം നാളെ നടക്കണം എന്ന് പറഞ്ഞ് ബഹളം പിടിക്കേണ്ട ആവശ്യമൊന്നും. നമ്മൾ അതിനുള്ള ശ്രമം തുടർന്നുകൊണ്ട് ഇരുന്നാൽ മതി. ആ ഒരു സറണ്ടറിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട ഈ 2 കോ-ഫൗണ്ടേഴ്സിന്റെ അവരുടെ കുടുംബാംഗ, അവരുടെ ഭാര്യമാര്. കാരണം അവര് 4 പേരാണല്ലോ ഈ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താൻ വേണ്ടി അത്രയധികമായിട്ട് പ്രയത്നിച്ചവര്. ദൈവം തെരഞ്ഞെടുത്ത 2 കുടുംബങ്ങളാണുള്ളത്, ഡോക്ടർ ബോബിന്റെ ബിൽ വിൽസന്റെ കുടുംബം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ടോട്ടൽ സറണ്ടറിലേക്ക് ബിൽ വിൽസനെ നയിച്ചത് സിൽക്ക് വർത്ത് പറഞ്ഞ രോഗാവസ്ഥയെ കുറിച്ചുള്ള ആ ഒരു എന്താ പറയുന്ന ആ വാക്കുകളായിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടണം എന്ന വലിയൊരു ആഗ്രഹം ഉണ്ടാകുന്ന ഹോസ്പിറ്റൽ മുറിയിൽ വെച്ച് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, ദൈവമേ, എന്നെ ഈ മദ്യപാന ആസക്തി എന്ന ക്യാൻസറിൽ നിന്ന് എന്നെ വിട്ടുവെക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഹോസ്പിറ്റൽ മുറിയിൽ. അദ്ദേഹത്തിന് ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല, ദൈവവിശ്വാസിയല്ല, ആത്മീയമായിട്ടുള്ള അനുഭവങ്ങളൊന്നുമില്ല. പക്ഷെ ഡോക്ടറുടെ വാക്കുകൾ, തന്റെ ഭാര്യയോട് ഡോക്ടർ സിൽക്ക് വർക്ക് പറഞ്ഞ വാക്കുകൾ അദ്ദേഹം കേട്ടു. ഇനി ഞാൻ പ്രതീക്ഷയറ്റ ഒരു വ്യക്തിയാണ്, എന്റെ ഈ ഒരു രോഗാവസ്ഥയ്ക്ക് യാതൊരു ചികിത്സയുമില്ല എന്ന വലിയ തിരിച്ചറിവാണ് അന്ന് രാത്രികാലം ബിൽ വിൽസനെ ടോട്ടൽ സറണ്ടറിലേക്ക്, പരിപൂർണമായ വിട്ടുകൊടുക്കലിലേക്ക്, അല്ലെങ്കിൽ കീഴടങ്ങലിലേക്ക് നയിച്ചു. പിന്നീട് നമുക്കറിയാം ഹോസ്പിറ്റൽ മുറിയിലുണ്ടായ സംഭവങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു വെള്ളി വെളിച്ചം. അദ്ദേഹം ഈ ഒരു വലിയ ബോധ്യത്തിലേക്ക് വന്നു, തന്നെ പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് ഉള്ള ഒരു ശ്രമം നടത്തി. ആ ശ്രമത്തെ സർവശക്തനായ ദൈവം വലിയ കാരുണ്യത്തോടെ കണ്ടു. അദ്ദേഹം, ദൈവത്തിന്റെ ആത്മാവ് ഈ ഒരു സറണ്ടറിലേക്ക്, ഈ ഒരു എന്താ പറഞ്ഞ കീഴടങ്ങളിലേക്ക് ബിൽ വിൽസൺ വന്ന ആ സമയത്ത് തന്നെ വരാനായിട്ട് അദ്ദേഹം വാക്കുകളാണ് ഉപയോഗിച്ചത്. വീണ്ടും നമ്മുടെ ഇന്നത്തെ ടോക്കിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ അതിന് പറഞ്ഞാൽ, മെയിൻ ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ടാണ്. ഭാഷ, എനിക്ക് മനസ്സിലാകുന്ന ഭാഷ മനസ്സിലാകും. അപ്പൊ അവിടെ ഭാഷ ഉപയോഗിച്ച് ബിൽ വിൽസൺ പറയുകയാണ്, പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ വിളിക്കാം. ബിൽ വിൽസൺ പറയാണ്, ദൈവമേ, എന്നെ ഈ ക്യാൻസർ എന്ന ഈ ഒരു മദ്യപാനാസക്തി എന്ന ക്യാൻസറിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം. അതിനുവേണ്ടി ന്യൂയോർക്ക് ടൗണിലെ ന്യൂയോർക്ക് സ്ക്വയറിൽ അവിടെ ഒരു സ്ഥലം, അവിടെ നിന്ന് ഞാൻ ഒരു പട്ടിയുടെ പുറകെ വേണമെങ്കിൽ ഓടാം, അല്ലെങ്കിൽ അതായത് ഞാൻ എന്നെ തന്നെ ഏറ്റവും താഴ്ന്ന തലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ എത്ര മോശം എന്റെ വ്യക്തിത്വം പോലും ഇല്ലാതാകുന്ന രീതിയിൽ ഞാൻ എളിമപ്പെട്ടുകൊള്ളാമെന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ഉള്ള രീതിയിൽ സംസാരിക്കുക. പ്രാർത്ഥന പോലെ അദ്ദേഹം ബെഡിൽ നിന്ന് ഇറങ്ങി താഴെ മുട്ടയിൽ നിന്ന് കരങ്ങൾ ഉയർത്തി എന്നാ പറഞ്ഞു. നമുക്കറിയാം, മുട്ടിൽ നിന്ന് കരങ്ങൾ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും നടക്കുന്നത് പട്ടാളത്തിലാണ്. നമുക്കറിയാം, യുദ്ധം നടക്കുന്നത്, പല രാജ്യങ്ങളിൽ യുദ്ധം നടക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പട്ടാളക്കാർ സറണ്ടർ ചെയ്യുമ്പോൾ അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. മുട്ട നിന്നിട്ട് കരങ്ങൾ ഉയർത്തി തോക്കും മറ്റു ആയുധങ്ങളും എല്ലാം താഴെ വെച്ച് കഴിയുമ്പോഴാണ് അവരെ പ്രിസണേഴ്സ് ഓഫ് ദ വാർ ആയിട്ട് കണക്ക് കൂട്ടി അവരെ സുരക്ഷിതരായിട്ട് മറ്റു അവരെ കീഴടക്കിക്കുന്ന രാജ്യം പ്രഖ്യാപിക്കും. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഒന്നാമത്തെ പടി പ്രാക്ടിക്കലായിട്ട് ബിൽ വിൽസൺ ചെയ്യുകയാണ്. താൻ മദ്യത്തിന് മുമ്പിൽ ശക്തിഹീനാണ്, തന്റെ ജീവിതം അനിയന്ത്രിതമായി പോയെന്ന് അദ്ദേഹം 1934 ഡിസംബർ മാസത്തിലെ ആ ദിനത്തിൽ ആ രാത്രിയിൽ അദ്ദേഹം കരങ്ങൾ ഉയർത്തി
അപ്പോൾ ആ ഹോസ്പിറ്റൽ മുറിയിൽ ഒരു മഹാ അത്ഭുതം സംഭവിച്ചു. ഒരു വെള്ളി വെളിച്ചം ഹോസ്പിറ്റൽ മുറിയിലേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് പറയുന്നത്, എ വൈറ്റ് ലൈറ്റ്. ആ വെള്ളി വെളിച്ചം കടന്നു വന്ന് അദ്ദേഹത്തെ പൊക്കിയെടുത്ത് ഒരു മലമുകളിലേക്ക് കൊണ്ടുപോയെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷയിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഇതിനെ ഇങ്ങനെയൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തെ ഒരു മലമുകളിൽ എത്തിച്ചു. ആ മലമുകളിൽ വലിയൊരു കാറ്റ് വീശുന്നുണ്ടായിരുന്നതാണ്. വിൻഡ് നോട്ട് ഓഫ് ദി എയർ എന്നാ പറയണേ. വിൻഡാണ്, പക്ഷെ എയർ അല്ല, കാറ്റ് അല്ല. അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, മലമുകളിൽ ഇങ്ങനെ ആകാശത്തിന് ഒരു വെള്ളി ഇങ്ങനെ കളറിൽ, ഗോൾഡൻ കളറിന്റെ ഒരു കളറിൽ ഇങ്ങനെ എഴുതി വരുന്നു, യു ആർ എ ഫ്രീ മാൻ, നീ സ്വതന്ത്രനാക്കപ്പെട്ട ഒരു വ്യക്തിയായി. അപ്പം അദ്ദേഹം പറയുന്നത്, പിന്നീട് അദ്ദേഹത്തിന്റെ 39ാമത് ബർത്ത്ഡേ കഴിഞ്ഞുള്ള 40ലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തിന് മദ്യപിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഈ വലിയൊരു അനുഭവം അത് ബിൽ വിൽസന് ഉണ്ടായ മാത്രമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ടാവുള്ളൂ. കാരണം അദ്ദേഹത്തിന് അതിനു മുമ്പ് അദ്ദേഹത്തോട് ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിച്ച ആളുകളുടെ ഇംഗ്ലീഷ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. പലരും അദ്ദേഹത്തോട് സംസാരിച്ചു. എബി താച്ചർ സംസാരിച്ചു, ഡോക്ടർ സിൽക്വർത്ത് സംസാരിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യ ലൂയിസ് സംസാരിച്ചു, അനേകർ സംസാരിച്ചു. പക്ഷെ ഭാഷ മനസ്സിലാകുന്നില്ല. എല്ലാവരും ഇംഗ്ലീഷിലാണ് പറയുന്നത്, പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയാലോ, പക്ഷെ മനസ്സിലാകുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് ഡയറക്റ്റ് ആയിട്ട് ഇടപെടുക. ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഡയറക്റ്റ് ആയിട്ട് ഇടപെടുകയാണ്. ഡയറക്റ്റ് ആയിട്ട് ഇടപെടുന്നത് എപ്പോഴാണ്? താൻ 100% തോറ്റു എന്ന് ബിൽ വിൽസൺ സംബന്ധിച്ച ഒരാൾ. അതിനുശേഷം നമുക്കറിയാം, 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അപ്പൊ തന്നെ ഡോക്ടർ സിൽക്വർത്തിനെ വിളിപ്പിച്ചു. കാരണം പുള്ളി വിശ്വസിച്ചത് നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. വലിയ ഹാലൂസിനേഷനും ആയിരിക്കും, വിഷ്വൽ ഹാലൂസിനേഷനും ഓഡിറ്ററി ഹാലൂസിനേഷനും ഒക്കെ നമുക്ക് മദ്യപാനം നിർത്തി കഴിയുമ്പോൾ ഉണ്ടാവില്ല. ഇല്ലാത്ത കാഴ്ചകൾ കാണുന്ന, സ്വരങ്ങൾ കേൾക്കും. അദ്ദേഹം ഭയപ്പെട്ടു, ഇത് മിക്കവാറും അങ്ങനത്തെ ഒരു ഭ്രാന്തായിരിക്കും. പക്ഷെ ഡോക്ടർ സിൽക്വർത്ത് വളരെ ആഴത്തിലുള്ള ഒരു സ്പിരിച്വാലിറ്റി, ഒരു ആത്മീയതയുള്ള ഒരു മനുഷ്യനായിരുന്നു. വളരെ സീനിയർ ഡോക്ടറാണ്. ഒപ്പം തന്നെ അദ്ദേഹം വളരെ ആത്മീയതയിൽ അദ്ദേഹം വളരെ സീനിയറായി. അദ്ദേഹത്തിന് ബിൽ വിൽസന്റെ ഭാഷ മനസ്സിലായി. ഇവിടെ വീണ്ടും ഭാഷയ്ക്കാണ് പ്രാധാന്യം. ബിൽ വിൽസന്റെ ഭാഷ ഡോക്ടർ സിൽക്വർത്തിന് മനസ്സിലായില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചത്? വീണ്ടും കുറെ സഡേഷനൊക്കെ കൊടുത്ത് ആള് ചിലപ്പം, ഞാൻ പറഞ്ഞില്ലേ, ഭാഷ മനസ്സിലായില്ലായിരുന്നെങ്കിൽ എന്ത് വേണേലും സംഭവിക്കും. ഭാഷ മനസ്സിലായി ഡോക്ടർ സിൽക്വർത്തിന്. ബിൽ വിൽസൺ പറഞ്ഞത് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, മോനെ, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇപ്പോൾ നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ അനുഭവത്തിൽ നീ കടിച്ചു തൂങ്ങി കിടന്നോളാനാണ്. വേറെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനോ മനസ്സിലാക്കാൻ പറ്റില്ല. നിനക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വലിയൊരു അനുഭവമാണ്, നീ അനുഭവത്തിൽ കടിച്ചു തൂങ്ങി കിടന്നോളാം. ബിൽ വിൽസൺ അതുപോലെ തന്നെ ആ അനുഭവത്തിൽ കടിച്ചു തൂങ്ങി കിടന്നു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആളെ ഡിസ്ചാർജ് ആക്കി. അദ്ദേഹം എന്നാ പറയണേ, വീട്ടിലേക്ക്, ലൂയിസിന്റെ കൂടെ വീട്ടിലേക്ക് പോയി. ജീവിക്കണമല്ലോ, എല്ലാം വിറ്റ് തീർന്ന് ഒന്നുമില്ല. ലൂയിസ് ഇപ്പൊ ആ ഒരു ചെറിയ ഷോപ്പിംഗ് മോളിൽ അവിടെ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. വളരെ നല്ല സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. എല്ലാം നശിച്ചു, നമുക്കറിയാം. ഞാനത് സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ്. മദ്യപാനത്തിന്റെ ഏറ്റവും അവസാന നാളുകളിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുമില്ലാതെയാവും. എന്താണേലും ലൂയിസ് ഒരു ഷോപ്പിംഗ് മോളിലൊക്കെ പോയി ചെറിയ പണി ജോലിയൊക്കെ ചെയ്ത് കൊണ്ടുവരുന്ന കാശൊക്കെ അവസാന നാളുകളിൽ ബിൽ വിൽസൺ എന്താണേലും മോഷ്ടിച്ചുകൊണ്ട് പോകും. മോഷണം സ്ഥിരമായ ഒരു പരിപാടിയായിരുന്നു. കാരണം മോഷ്ടിക്കാതെ ഇതിന് പറ്റത്തില്ല. വിഷമമുണ്ട് മോഷ്ടിക്കുമ്പോൾ. സ്വന്തം ഭാര്യയുടെ തുച്ഛമായ ശമ്പളത്തിൽ നിന്നാണ് താൻ മോഷ്ടിച്ചുകൊണ്ട് പോകണമെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷെ കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്താണേലും കുടിയിൽ നിന്ന് വിടുതൽ കിട്ടി, സൗഖ്യം കിട്ടി. കുടി നിർത്തിയില്ല അദ്ദേഹം, ഒരു കുടി നിർത്തി ഒന്നും ചെയ്തില്ല. അദ്ദേഹം സറണ്ടർ ചെയ്ത് മാത്രമേ ഉള്ളൂ, ടോട്ടൽ സറണ്ടർ ചെയ്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ബിൽ വിൽസന് വേണ്ടി ചെയ്തതാണ്. അദ്ദേഹത്തിലേക്ക് ഈ വലിയൊരു ഗ്രേസ്, അനുഗ്രഹം, കൃപ എന്ന് പറയും. കൃപ, ദൈവത്തിന്റെ കൃപ ഒഴുകി ഇറങ്ങിയതാണ് അദ്ദേഹത്തിന് കുടിയിൽ നിന്ന് മാറാൻ സാധിക്കും. നല്ല അനുഭവങ്ങളൊക്കെ ആയിട്ട് ആരോഗ്യം വീണ്ടെടുത്ത് അദ്ദേഹം ഏറെക്കുറെ 6 മാസങ്ങൾക്ക് ശേഷം ഒരു ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ട് ന്യൂയോർക്കിൽ നിന്നും ഒഹായോ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ചെല്ലുമ്പോഴാണ് വീണ്ടും ദൈവത്തിന്റെ
മനുഷ്യശക്തിക്ക് അതീതമായ രീതിയിലുള്ള ഇടപെടലുണ്ടാകും. മഹാത്ഭുതങ്ങൾ. ഇന്ന് നമ്മൾ ഓരോരുത്തരും അത്ഭുതങ്ങളായിട്ട് ഇപ്പൊ എന്നെ നിങ്ങൾ കേൾക്കുന്നു. നമ്മളെല്ലാവരും ഈ പ്രോഗ്രാമിലുള്ളവരാണ്. പ്രോഗ്രാമില്ലാത്ത ആരും ഇതിനകത്ത് ഇപ്പൊ കേൾക്കുന്നില്ല. നമ്മളെല്ലാവരും അത്ഭുതങ്ങളാണ്. ഈ അത്ഭുതത്തിന് നമ്മുടെ ഈ സുബോധാവസ്ഥയ്ക്ക് അതല്ലെങ്കിൽ ഈ അത്ഭുതകരമായ ജീവിതത്തിനെല്ലാം കാരണമായി മാറിയ വലിയൊരു കൂട്ടിമുട്ടൽ ഉണ്ടാകാൻ പോകും. വീണ്ടും ആ കൂട്ടിമുട്ടലിനകത്ത് ഞാൻ ഈ പറഞ്ഞ ഭാഷയാണ്. നമുക്ക് കാണാം, ബിൽ വിൽസൺ ഒഹായിൽ ചെന്നു. അവിടെ ഒരു മെയ്ഫ്ലവർ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് താമസം. വലിയ $10-25 എങ്ങാണ്ടുള്ളൂ. കുറച്ച് കൂട്ടുകാരുടെ കൂടെയാണ് പോയത്. അവിടെ ഒരു കെമിക്കൽ കമ്പനി ഇങ്ങനെ ഓപ്ഷനിൽ എന്താ പറയുന്നത്, ലേലത്തിൽ പിടിക്കാനൊക്കെ ആയിട്ട് പോയതാണ്. ഒന്നും നടന്നില്ല. കൂട്ടുകാരൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കാതെ വന്നപ്പോൾ അവർ തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോയി. ബിൽ വിൽസൺ എന്താണേലും അവിടെ ആ ഹോട്ടൽ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരുന്നു. എന്താണേലും 6 മാസങ്ങൾക്ക് ശേഷം വീണ്ടും മദ്യപാന ആസക്തിയുടെ ആ ദുരാത്മാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത് പയ്യെ തലപൊക്കി. നിരാശയിൽ കൂടി, ഭയങ്കരമായ നിരാശയിൽ കൂടിയാണ് വീണ്ടും ചെന്നത്. എന്താണ് ചെയ്യേണ്ടത്? തൊട്ടപ്പുറത്ത് ബാറാണ്. ബാറിൽ നിന്നും ആളുകളുടെ ചിരി കളിയൊക്കെ അവിടെ ഡാൻസ് നടക്കുന്ന പരിപാടി നിൽക്കുന്നു. താനിവിടെ ഒറ്റപ്പെട്ട് പൈസയും ഇല്ലാതെ അന്യനാട്ടിൽ വന്ന് പെട്ടിരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന്? ബാറിലേക്ക് കയറണോ വേണ്ടയോ? ആളിങ്ങനെ ആ കോറിഡോറിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷന്റെ അങ്ങേയറ്റത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ നിന്നും ഒരു സ്വരം കേൾക്കും. സ്വരം കേൾക്കുക, സ്വരം മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും ഭാഷയാണത്. ഉള്ളിൽ നിന്നുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വരമാണ്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലുള്ള ആരെങ്കിലും വിളിക്കാനായിട്ടുള്ള ഒരു തോന്നൽ അദ്ദേഹം ഉണ്ടാക്കുക. കാരണം അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം വീണ്ടും ബി താച്ചറിന്റെ കൂടെ വളരെ ആക്റ്റീവായിട്ട് വീണ്ടും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ പ്രോഗ്രാംസിലൊക്കെ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ ചിന്ത വന്നത്. എന്താണേലും അത്ഭുതകരമായിട്ട് ആ ഹോട്ടലില് ഒരു ഡയറക്ടറി ഉണ്ടായിരുന്നു. ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ആളുകളുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇത്രയും വലിയൊരു ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് അമേരിക്കയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുണ്ട്. അപ്പം ആ ഹോട്ടലിലും അത്ഭുതകരമായിട്ടൊരു ഡയറക്ടറി ഉണ്ടായിരുന്നു. ആ ഡയറക്ടറിയിൽ അദ്ദേഹം വിളിച്ചു, ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ വാൾട്ടർ ടങ് എന്ന് പറയുന്ന ഒരു വൈദികനാണ് ഓണർ. അദ്ദേഹം എന്തോ തിരക്കിലൊക്കെ ആയിരുന്നു. അദ്ദേഹം നോർമൻ ഷെപ്പേർഡ് എന്ന് പറയുന്ന ഈ ഓക്സ്ഫോർഡിലുള്ള വേറൊരാളുടെ നമ്പർ കൊടുത്തു. നോർമൻ ഷെപ്പേർഡ് തിരക്കിലൊക്കെ ആയിരുന്നു. ഡോക്ടർ വാൾട്ടർ ടങ് കൊടുത്ത 10 നമ്പറുകളിൽ ഒന്നായിരുന്നു നോർമൻ ഷെപ്പേർഡ്. അപ്പൊ നോർമൻ ഷെപ്പേർഡ് വിളിച്ചപ്പോൾ പുള്ളി ന്യൂയോർക്കിലേക്ക് കണ്ടു പോകാൻ തുടങ്ങുമായിരുന്നു. അപ്പൊ പിന്നെ പ്രതീക്ഷ അറ്റു. അപ്പൊ നോർമൻ ഷെപ്പേർഡിന്റെ 9ാമത്തെ നമ്പറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വാൾട്ടർ ടങ് കൊടുത്ത 10 നമ്പറുകളിൽ 9ാമത്തതായിരിക്കണം നോർമൻ ഷെപ്പേർഡ്. അപ്പം അദ്ദേഹം എന്താണെങ്കിലും പ്രതീക്ഷയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി ഒരു നമ്പർ കൂടി മിച്ചമുണ്ടല്ലോ 10 നമ്പർ കൊടുത്തതില്ല. ബിൽ വിൽസൺ ഇനി വിളിക്കണ്ട എന്നുള്ളൊരു ചിന്തയായിരുന്നു. കാരണം വലിയ പ്രതീക്ഷയൊന്നുമില്ല. 8-9 പേരോട് സംസാരിച്ചു, ആർക്കും ഒന്നും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണേലും ബാറിലേക്ക് കയറണോ വേണ്ടയോ എന്നുള്ള ഈ ഒരു നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന ഈ ഒരു 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 എന്താ പറയുന്നത്, നമുക്കറിയാം, റിലാപ്സിലേക്ക് പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം ആ സമയം നമ്മളെടുത്താൽ കുടിക്കും. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് വീണ്ടും ഒരു സ്വരം കേൾക്കുകയാണ്, ഇനി ഒരു നമ്പറോടെ ഉണ്ടല്ലോ എന്ന് വിളിക്കാം. എന്നാണേലും അദ്ദേഹം ആ അവസാനത്തെ നമ്പർ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ വിളിച്ചു. അതിൽ നിന്ന് സഹായം കിട്ടും എന്നുള്ള ചിന്തയൊന്നുമില്ല. പക്ഷെ എന്തോ ഈ ഉള്ളിൽ നിന്ന് കേട്ട ആ സ്വരം ത്തോട് ഒരു നീതി പുലർത്തിക്കൊണ്ട് വിളിച്ചു. ഒരു സ്ത്രീയാണ് എടുത്തത്, ഹെൻറിറ്റ സൈബർലിൻ. ഇതിനു മുമ്പ് സ്ത്രീയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഡോക്ടർ ബോബിന്റെ ആയി ബന്ധപ്പെട്ട് ഡോക്ടർ ബോബിന്റെ ഭാര്യ ആനിന്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ ഹെൻറിറ്റയ്ക്ക് പെട്ടെന്ന് ഭാഷ മനസ്സിലായി. ബിൽ വിൽസൺ പറഞ്ഞ എത്രയാണ്, ഞാൻ ഒരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ്. ഞാൻ ഒരു റം ഹൗണ്ട് ആണ്. ഐ എം എ റം ഹൗണ്ട് ഫ്രം ന്യൂയോർക്ക്. ഞാനൊരു മഹാകുടിയനാണ്. അവരുടെ ഒരു സ്ലാങ് ഭാഷയാണ് റം ഹൗണ്ട്. നമ്മൾ റമ്മുമായി ബന്ധപ്പെട്ടതല്ല ആയിരിക്കും. ഞാൻ റമ്മ് കുടിക്കുന്ന ഇങ്ങനെ വേട്ടപ്പട്ടി ഹൗണ്ട് എന്നൊക്കെ പറഞ്ഞ വേട്ടപ്പട്ടിക്കൊക്കെ പറഞ്ഞത്. ഈ റമ്മ് തപ്പി നടക്കുന്ന വേട്ടപ്പട്ടിക്കാണെന്നല്ല ആയിരിക്കും എന്റെ പൂർവ്വർക്ക് അറിയത്തില്ല. എന്താണെങ്കിലും ഐ എം എ റം ഹൗണ്ട് ഫ്രം ന്യൂയോർക്ക്. അപ്പൊ എന്താണ് ഇത് പറഞ്ഞ വഴി സ്ത്രീക്ക് മനസ്സിലായി. സ്ത്രീ പറഞ്ഞു,
ബിൽ വിൽസൺ പറയുന്ന എനിക്ക് വേറൊരു മദ്യപാനിയായ ഒരാളുമായിട്ട് സംസാരിച്ചാൽ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുക. പെട്ടെന്ന് തന്നെ ഹെൻറിക്കയുടെ തലയ്ക്കകത്തേക്ക് ഈ ചിന്ത വരികയാണ്. പെട്ടെന്ന് തന്നെ, ദൈവമേ, ഞാൻ നാളുകളായിട്ട് ഡോക്ടർ ബോബിന്റെ കുടിയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഹെൻറിറ്റ ഡോക്ടർ ബോബിനെ ആന്യൊക്കെ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ കൊണ്ടുചെല്ലുന്നത്. ഏറെക്കുറെ 2.5 വർഷങ്ങൾ. ഒന്നും ഒരു ഗുണം ഉണ്ടായില്ല, യാതൊരു ഗുണം ഉണ്ടായില്ല. കുടി കൂടിയതല്ലാതെ ഒരു മാറ്റങ്ങളും ഉണ്ടായില്ല. പക്ഷെ എന്നാലും ഈ വലിയ മനസ്സുള്ള ഹെൻറിറ്റ സേബർലിംഗ് എന്ന് പറയുന്ന ഈ സ്ത്രീ, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഗുഡിയർ ടയർ കമ്പനിയുടെ ചെയർമാന്റെ മരുമകളാണ്, മകന്റെ ഭാര്യയാണ്. അപ്പൊ ഹെൻറിറ്റ പെട്ടെന്ന് ഇതൊരു ദൈവത്തിന്റെ വലിയ ഇടപെടലായിട്ട് കിട്ടും. അപ്പൊ തന്നെ ബിൽ വിൽസണോട് പറഞ്ഞ് ഭിക്ഷ വിളിക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഡോക്ടർ ബോബിനെ ആന്നെ വിളിച്ചു. ആന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അടിത്തറ ഇടാനായിട്ടുള്ള വലിയ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ അടിത്തറ എങ്ങനെയാണല്ലോ ഇടുന്നത്, മണ്ണ് മാന്തി കല്ലൊക്കെ എല്ലാം മാറ്റി എല്ലാം ക്ലിയർ ആക്കി. അപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അടിത്തറയിടൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്താണേലും അടിത്തറയിടലിന്റെ ഭാഗമായിട്ട് അന്നത്തെ ദിവസം മദേഴ്സ് ഡേ ആയിരുന്നു. ഡോക്ടർ ബോബ് കള്ളു കുടിച്ച് ഒരു ബോധവും ഇല്ലാതെ ഒരു രീതി വണ്ടി ഓടിച്ച് കാർപോർച്ചിലെങ്ങാണ്ട് വന്നു. അവിടെ ബോധം കെട്ട് വീണ് കിടക്കുമായിരുന്നു. ആളെ ഞാനും മക്കള് സ്മിറ്റിയും സൂവും ഒക്കെ കൂടി ഒരു രീതിയിൽ, കുഞ്ഞുമക്കളാ അവരെല്ലാവരും കൂടി വലിച്ച് മുകളിലത്തെ നിലയിൽ ഡോക്ടറുടെ മുറിയിൽ വരെ എത്തിച്ചു. കട്ടിലെ കയറ്റി കിടത്താൻ അവർക്ക് പറ്റുന്നില്ല. ഡോക്ടർ ബോബ് മദേഴ്സ് ഡേ ആയതുകൊണ്ട് അതിന് വേണ്ടി ഒരു അമ്മയുടെ ദിനം അമേരിക്കയിലെ വലിയൊരു ആഘോഷമാണല്ലോ. ഒരു പൂച്ചെടി, ഒരു പോർട്രേറ്റ് പ്ലാന്റ് ഒക്കെ കൊണ്ടുവന്നു. അതൊക്കെ ഒരു രീതി പൊട്ടിക്കാതെ എന്താണെന്ന് എടുത്തു വെച്ചു. പക്ഷെ ഡോക്ടറെ കട്ടിലെ കയറ്റി കിടത്താൻ പറ്റിയില്ല. ആ സമയത്താണ് നമ്മുടെ ഹെൻറിക്ക വിളിക്കുന്നത്. ആൻ പറഞ്ഞു, ഇന്ന് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഡോക്ടർ. അപ്പൊ ഹെൻറിക്ക ഇങ്ങനെ നിർബന്ധിക്കും, നമുക്ക് കാണണം, ഇങ്ങനെ ഒരാൾ ന്യൂയോർക്കിൽ നിന്ന് വന്നിട്ടുണ്ട്, അയാളുടെ അടുത്ത് എന്തോ ഒരു പുതിയ ചികിത്സ ഉണ്ടെന്നൊക്കെ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു കാണും ഇവരെ കൺവിൻസ് ചെയ്യാനായിട്ട്. എന്താണേലും ആൻ പറഞ്ഞു, ഉള്ള യാഥാർത്ഥ്യം പറഞ്ഞു, ഇതാണ് അവസ്ഥ, ഡോക്ടർ ബോധം കെട്ട് കിടക്കുവാണ്, ഇത് നടക്കത്തില്ല, നമുക്ക് നാളെ ഇവരെ തന്നെ കൂട്ടിമുട്ടിക്കാന്ന് പറഞ്ഞു. എന്താണേലും പിറ്റേ ദിവസം ഇവര് ഒന്നിച്ചു കൂടുകയാണ്. ഹെൻറിറ്റയുടെ വീട്ടിൽ വെച്ചാണ് കൂടുന്നത്. ബിൽ വിൽസൺ ഹെൻറിറ്റയുടെ വീട്ടിലേക്ക് ചെന്നു. ഡോക്ടർ ബോബിനെയും കൂട്ടി ആന് അങ്ങോട്ട് ചെന്നു. അപ്പൊ നമുക്കറിയാം ഡോക്ടർ ബോബിന്റെ അവസ്ഥ എന്താണെന്ന്. നമ്മൾ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. തലേ ദിവസം ഒടുക്കത്തെ കുടിയും കഴിഞ്ഞ് ബോധമില്ലാതെ ഇരിക്കുന്നു. ആൽക്കഹോളിക്കിനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കൊണ്ടുപോകണം. ഡോക്ടർ പൊട്ടനൊന്നും അല്ലല്ലോ, ഡോക്ടറിന് അറിയാമല്ലോ എന്തിനാ വിളിച്ചോണ്ട് പോണെന്ന്. ആരോ ഒരുത്തൻ ന്യൂയോർക്കിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇപ്പൊ തന്നെ എന്നെ ശരിയാക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നെ ഉപദേശിക്കാനായിട്ട് കൊണ്ടുപോകണമെന്ന് ഡോക്ടറിന് അറിയാം. കാരണം ഹെൻറിറ്റ ആണല്ലോ വിളിച്ചേക്കണേ. ഹെൻറിറ്റയുടെ വലിയ സ്നേഹം ഡോക്ടറിന് അറിയാമോ. ഇതാണ് അവസ്ഥ. ഇത് എന്തിനാണ് ഹെൻറിറ്റ വിളിപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ ബോബിന് അന്നേരം മനസ്സിലായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്ന് എനിക്ക് ഭയങ്കര തിരക്കുള്ള ദിവസമാണ്, ഡോക്ടറാണല്ലോ. അപ്പം നാളെ എനിക്ക് സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒത്തിരി നേരം ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല. ഒരു 10-15 മിനിറ്റ് അതിനുള്ള സമയം എനിക്കുള്ളൂ. തിരക്കുള്ള ഡോക്ടറാണ്. ഡോക്ടർ ഹെൻറിറ്റയ്ക്കും അറിയാം. അപ്പൊ എന്താണേലും വൈകിട്ട് 5 മണിക്ക് അവര് അവിടെ ചെന്നു. ഹെൻറിറ്റയുടെ അവിടെ ചെന്നു. അത്ഭുതകരമായിട്ട് നമുക്കത് ഇന്നും നമുക്ക് അറിയത്തില്ല എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ഇടപെടലാണ് നമുക്കറിയാം. 15 മിനിറ്റ് മാത്രമേ സംസാരിക്കുള്ളൂ, അത് കഴിയുമ്പോൾ തിരിച്ചു പോരണമെന്ന് പറഞ്ഞു പോയ ഡോക്ടർ ബോബ് രാത്രി 11:15 ഹെൻറിറ്റയുടെ വീട്ടിൽ നിന്ന് തിരിച്ചുപോയി. ഏറെക്കുറെ 5 മണിക്കൂർ ഡോക്ടർ ബോബും ബിൽ വിൽസണും തമ്മിൽ സംസാരിച്ചു. ബാക്കി 1 മണിക്കൂർ ഓളം ആഹാരം കഴിക്കുകയും കട്ടൻ കാപ്പി കാപ്പിയുടെ ഒക്കെ പരിപാടികളാണ് ആരംഭിക്കുന്നത്. അങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് ആഹാരം കഴിച്ചു. ഏറെക്കുറെ 5 മണിക്കൂർ ഡോക്ടർ ബോബും ബിൽ വിൽസണും തന്നെ സംസാരിച്ചു. അവരെന്താണ് സംസാരിച്ചതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അവർ സംസാരിച്ചതിന്റെ ബാക്കിയാണ് ഇന്ന് നമ്മളൊക്കെ സുബോധത്തിലായിരിക്കുന്നത്. അവരന്ന് സംസാരിച്ചപ്പോൾ അവർ തിരിച്ചറിഞ്ഞ വലിയ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴോ വർഷങ്ങൾക്ക് ശേഷം നമുക്കറിയാം, പിന്നീട് ഡോക്ടർ ബോബ് 15 വർഷക്കാലമാണ് അദ്ദേഹം പ്രോഗ്രാമിൽ ജീവിച്ചുള്ളൂ. അദ്ദേഹം 1955
അദ്ദേഹം മരിക്കുകയാണ്. രോഗാവസ്ഥയൊക്കെ വന്ന് അദ്ദേഹം മരിക്കുന്ന സമയം, അതിന് കുറച്ചു മുമ്പുള്ള ഏതോ ഒരു സമയത്ത് അദ്ദേഹം എഴുതി ആ പുസ്തകം ഡോക്ടർ ബോബ് ആൻഡ് ഗുഡ് ഓൾ ടൈമേഴ്സിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഭാഷ സംസാരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടെത്തി. അപ്പം വീണ്ടും ഭാഷ. ഡോക്ടർ ബോബ് നമുക്കറിയാം ഒഹായോ സംസ്ഥാനത്തിൽ ഏറ്റവും മിടുക്കനായ ഒരു ഡോക്ടറായിരുന്നു, സർജനായിരുന്നു, ഫിസിഷ്യനായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായത് അവസാനം ഈ ഓഹരി ദലാളായ ന്യൂയോർക്കിൽ നിന്ന് വന്ന മഹാകുടിയനായ വിൽവിൽസന്റെ ഭാഷയാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ഡോക്ടർ കാർലിംഗിന്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് സംസാരിച്ച മറ്റ് വലിയ പ്രമുഖരായ ആളുകളുടെ ഒന്നും ഭാഷ അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലുള്ള ആരുടെയും ഭാഷ മനസ്സിലായി. ഒരു മനുഷ്യരുടെയും ഭാഷ അദ്ദേഹത്തിന് മനസ്സിലായി. സ്വന്തം ഭാര്യയുടെ ഭാഷ പോലും ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും. സ്നേഹമൊക്കെ അനുഭവിക്കാൻ സാധിക്കും, പക്ഷെ ഭാഷ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കുടിയിൽ നിന്ന് മാറാനായിട്ട് പറ്റാത്തത്. പിന്നെ എങ്ങനെയാണ് വിൽവിൽസന്റെ ഭാഷ അദ്ദേഹത്തിന് മനസ്സിലായി? അദ്ദേഹം പറയുന്നുണ്ട്, മദ്യപാന ആസക്തിയെ കുറിച്ച് എന്റെ ജീവിതത്തില്, അല്ലെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് മദ്യപാന ആസക്തി ആഴത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിച്ചത് വിൽവിൽസൺ വഴിയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഭാഷ എനിക്ക് മനസ്സിലായി. ഭാഷ മനസ്സിലായതോടുകൂടി മഹാ അത്ഭുതങ്ങൾ പിന്നെ ലോകത്തിൽ സംഭവിക്കുകയാണ്. ഇന്നത് തന്നെയാണ് സംഭവിക്കുക. പുതിയതായിട്ട് വരുന്ന ഓരോ ആളുകളും. ഇപ്പൊ ജയേഷിന്റെ സംസാരം ഞാനവിടെ കേട്ടു. ജയേഷിന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഭാഷ മനസ്സിലായി. പിന്നെ അനൂപ് കയറിയിട്ടുണ്ട്. ജയേഷിന്റെ ഭാഷ മനസ്സിലായത് കൊണ്ടായിരിക്കണം അനൂപിന് കയറാൻ സാധിച്ചു. ഇങ്ങനെ ഒരാള് സംസാരിക്കാൻ മറ്റൊരാൾക്ക് മനസ്സിലാവും. അപ്പം പിന്നീട് നമുക്കറിയാം, പിന്നെ എല്ലാം ചരിത്രമാണ് നമുക്കറിയാത്തത്, മഹാചരിത്രമാണ്. ഭാഷ മനസ്സിലായതോടുകൂടി മദ്യാസക്തർക്ക് ലോക ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള വിടുതലും സൗഖ്യം ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ ബോബ് കുടിയിൽ നിന്ന് മാറി. പിന്നീട് നമുക്കറിയാം, പിന്നീട് 1-2 ആഴ്ചകളൊക്കെ കഴിഞ്ഞ് ഡോക്ടറിന് ഒരു റിലാപ്സ് ഉണ്ടാകുന്നുണ്ട്. ഭാഷ മനസ്സിലായതിനു ശേഷവും റിലാപ്സ് ഉണ്ടാകുന്നു. പക്ഷെ ആ ഭാഷ മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ആ റിലാപ്സിൽ നിന്നും കരകയറാനായിട്ട് സാധിക്കുകയാണ്. ആ ദിനമാണ്, കരകയറാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ച ദിനമാണ് ഇന്നത്തെ ദിനം, ജൂൺ 10, 1935 ജൂൺ 10. ജൂൺ 10-ാം തീയതി രാവിലെ അദ്ദേഹത്തിന് സർജറി ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് 3 ദിവസം അദ്ദേഹം ഭീകരമായ ഒരു കുടി കഴിഞ്ഞ് വളരെ മോശം അവസ്ഥയിൽ കഴിയുകയായിരുന്നു. ജൂൺ 10-ാം തീയതി രാവിലെ ഡോക്ടർ ബോബിനെ അദ്ദേഹം ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലില് വിൽവിൽസൺ ആനും കൂടിക്കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്തു. ഒരു ചെറിയ കുപ്പി ബിയറും കൊടുത്താണ് വിട്ട്. ഡോക്ടർ അത് കുടിച്ചിട്ട് കയറി കൈയും കാലിന്റെ നിറ മാറ്റാനായി പോയിട്ട് സർജറിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വിളിച്ചു. സർജറിയൊക്കെ ചെയ്തവർക്ക് ഭയമായിരുന്നു. കാരണം കൈയും കാലും വരച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി രോഗിയെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കപ്പിയും കാലും ചെന്ന് എല്ലായിടത്തും കയറി രോഗി മരിച്ചു എന്തെങ്കിലും സംഭവിക്കുന്നവർക്ക് ഭയത്തിലായിരുന്നു. അവരങ്ങനെയൊക്കെ പറയുന്നുണ്ട് സർ. അതാണ് ഡോക്ടർ ബോബ് പറഞ്ഞൊന്നും ഭയപ്പെടേണ്ട, സർജറിയൊക്കെ കഴിഞ്ഞു, ഫോൺ വെച്ചു. പിന്നീട് ഓരോ കഴിഞ്ഞ് വീട്ടിൽ കുടിക്കാൻ പോയ സന്തോഷം. ആണെങ്കിലും കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ ബോബ് തിരിച്ചു വീട്ടിലെത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓപ്പറേഷൻ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് എന്റെ ഹോസ്പിറ്റലിലെ മറ്റു ഡോക്ടേഴ്സിനോടും നേഴ്സുമാരോടൊക്കെ ക്ഷമ പറയാനായിട്ട് പോയി. ഞാൻ അവരെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നെ അമിതമായ മദ്യപാനം മൂലം, കുടിക്കാതിരിക്കുമ്പോഴുള്ള മാനസിക സംഘർഷം മൂലം ഞാൻ ഒരുപാട് അവരെയൊക്കെ ഒത്തിരി വേദനിപ്പിച്ചിട്ട് ഞാൻ എല്ലാവരും ക്ഷമ പറയാനായിട്ട് പോയതാണ് വരാൻ താമസം. അപ്പൊ ആ ക്ഷമ പറയലോടുകൂടി മദ്യപാന ആസക്തി എന്ന മാരക രോഗത്തിൽ നിന്ന് ഡോക്ടർ ബോബിന് വിടുതൽ ലഭിക്കുകയാണ്. പിന്നീട് നമുക്കറിയാം, ബിൽ വിൽസന് വിടുതൽ കിട്ടിയ കഥ നമ്മൾ പറഞ്ഞു. ഹോസ്പിറ്റൽ മുറിയിൽ നിന്നാണ് 1934 ഡിസംബർ മാസത്തിലെ ദിനത്തിലാണ്. എന്നാൽ ഡോക്ടർ ബോബിന് വിടുതലും സൗഖ്യവും കിട്ടുന്നത് ഭീകരമായ ഒരു കുടിക്ക് ശേഷമാണ്. ക്ഷമ പറയാനായിട്ടുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിന് ലഭിച്ചു. അതെവിടുന്നാണ് കിട്ടിയത്? ബിൽ വിൽസന്റെ ഭാഷ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ബിൽ വിൽസന്റെ ഭാഷ മനസ്സിലാക്കാനായിട്ട് ഡോക്ടർ ബോബിന് സാധിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ക്ഷമ പറയാനായിട്ട് സാധിച്ചത്. ആ ഭാഷ മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു കാരണവശാലും ക്ഷമ പറയത്തില്ല. ക്ഷമ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഡോക്ടർ ബോബിന്റെ കൂടി നിൽക്കത്തില്ല. ഇതെല്ലാം പച്ചയായ യാഥാർത്ഥ്യങ്ങൾ. അപ്പോൾ പിന്നെ ഈ വലിയൊരു യാത്ര ആരംഭിക്കുകയായിരുന്നു. ബിൽ വിൽസൺ, ഡോക്ടർ ബോബ്
ഇവരൊന്നിച്ച് യാത്ര തുടങ്ങി. മറ്റു മധ്യാസക്തരെ കാണാൻ തുടങ്ങി. ബിൽ വിൽസൺ തിരിച്ച് ന്യൂയോർക്കിൽ ചെന്നു. ന്യൂയോർക്കിൽ ആദ്യത്തെ ഗ്രൂപ്പ് ആരംഭിച്ചു. ബിൽ വിൽസന്റെ വീട്ടില് മധ്യാസക്തരെ താമസിപ്പിച്ചു തുടങ്ങി. അവിടെ ഇവരെ കത്തിക്ക് കുത്താൻ ചെന്ന ആളുണ്ട്, അവിടെ തൂങ്ങി മരിച്ച ആളുണ്ട്, അവിടെ തൂങ്ങാനായിട്ട് ശ്രമിച്ച ആളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഭവങ്ങൾ. പിന്നീട് നമുക്കറിയാം 1939 ആയപ്പോഴത്തേക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പുസ്തകം എഴുതപ്പെട്ടു. പുസ്തകത്തിന് കൊടുത്ത പേര് തന്നെയാണ് കൂട്ടായ്മയ്ക്ക് വന്നത്. എന്താണ് പേര് കൊടുക്കേണ്ടതെന്നും എത്തുപിടിയില്ല. പക്ഷെ ആദ്യകാലത്തെ 100 പേരുടെ അനുഭവങ്ങളാണ് ബിഗ് ഗ്രൂപ്പിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്താണേലും അവസാനം അവർക്ക് ദൈവത്തിന്റെ ആത്മാവ് തന്നെ അവർക്ക് വ്യക്തികളിൽ കൂടി, ആദ്യകാലത്തെ അംഗങ്ങളിൽ കൂടി നൽകിയ പേരാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. പുസ്തകത്തിന് കൊടുത്ത പേരാണ്. പുസ്തകത്തിന് കൊടുത്ത പേര് തന്നെ കൂട്ടായ്മയുടെ പേരായി മാറി. പിന്നീട് നമുക്കറിയാം ചരിത്രം മുന്നോട്ട് പോകുന്നു. നമ്പർ 3 അദ്ദേഹം ബിൽ ഡോട്ട്സൺ, ന്യൂയോർക്കിലെ എന്നൊരു വളരെ മിടുക്കനായ ഒരു ലോയറും അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെ മാൻ ഇൻ ദ ബെഡ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ സ്ഥിരമായിട്ട് മെന്റൽ ഹോസ്പിറ്റലിലെ കട്ടിലെ പൂട്ടിയിട്ടേക്ക് ഭയങ്കര മിടുക്കനായ ഒരാള്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും, കുടിക്കും, വീണ്ടും ഭ്രാന്താകം പിടിച്ചു കെട്ടിയിടും. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷനും എല്ലാവരും ഉപേക്ഷിച്ചു. വലിയ വലിയ പ്രമുഖരായ ഡോക്ടർമാർ മുഴുവൻ ബിൽ ഡിയെ ചികിത്സിച്ചു. 3ാമത്തെ ആളാണ് ബിൽ ഡോട്ട്സൺ. അവിടെയാണ് ഡോക്ടർ ബോബ് വഴിയായിട്ടും ബിൽ വിൽസൺ വഴിയായിട്ടും അത്ഭുതകരമായ സൗഖ്യത്തിന്റെ ആത്മാവ് വീണ്ടും ഭാഷയിൽ കൂടി. ഡോക്ടർ ബോബിന്റെയും ബിൽ വിൽസന്റെയും ഭാഷ ബിൽ ഡോട്ട്സന് മനസ്സിലായി. അദ്ദേഹത്തെ ചങ്ങലയിൽ നയിച്ചുവിട്ടു. പിന്നീട് മരണം വരെ അദ്ദേഹം കുടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഏറെക്കുറെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നമ്മൾ തുടങ്ങിയത് ഭാഷയെക്കുറിച്ച് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നതും ഭാഷയെ കുറിച്ച് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അപ്പം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ടാണ്, ഹൃദയത്തിന്റെ ഭാഷയാണ്. നമ്മുടെ ജീവിത അനുഭവം നമുക്കറിയാം, നമ്മൾ പറയുന്നുണ്ടാകും. അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെക്കുന്നവരുടെ തങ്ങളുടെ പൊതുപ്രശ്നമായ മദ്യപാനാസക്തി എന്ന രോഗത്തിന് പരിഹാരം കാണാൻ അപ്രകാരം മറ്റുള്ളവരെ അമിത മദ്യാസക്തിയിൽ നിന്ന് മോചിതരാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. സ്ത്രീ പുരുഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. സ്ത്രീ പുരുഷന്മാരെന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഞാനിത് കേട്ട കാലഘട്ടങ്ങളിൽ 30% സ്ത്രീകളായിരുന്നു മദ്യത്തിന് അടിമപ്പെട്ടു പോയ സ്ത്രീകൾ. അതെന്താണേലും ഈ ഒരു യാത്ര നമുക്ക് തുടരാം. ഭാഷ, ഹൃദയത്തിന്റെ ഭാഷയിൽ നമുക്ക് പരസ്പരം സംസാരിക്കാം. ഹൃദയത്തിന്റെ ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ സാധിച്ചാൽ മാത്രമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സൗഖ്യം മറ്റാളുകൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ എന്ത് കാണിച്ചാലും ഒരു മനുഷ്യനെയും സൗഖ്യത്തിലേക്ക് നയിക്കാം, വിടുതലിലേക്ക് നയിക്കാം നമ്മളെ കൊണ്ട് സാധിക്കും. എന്റെ ജീവിത അനുഭവമാണ്. പക്ഷെ നമ്മുടെ ഭാഷ, സ്നേഹത്തിന്റെ ഭാഷ, ഹൃദയത്തിന്റെ ഭാഷ മറ്റു മദ്യാസക്തരെ സ്പർശിക്കും. 90 വർഷത്തെ അനുഭവമാണത്. തെളിയിച്ചിരിക്കുന്നതാണ്, അനുഭവങ്ങൾ കൊണ്ട് തെളിയിച്ചിരിക്കുന്നതാണ് സ്നേഹത്തിന്റെ ഭാഷയ്ക്ക് മദ്യാസക്തിയിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാൻ സാധിക്കും. നിർത്തുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. Thank you, Seta.